നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ അമേരിക്കൻ പിൻബലത്തോടെയുള്ള ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കൻ കമ്പനിയായ GEയുടെ F414 ജെറ്റ് എഞ്ചിനുകളുടെ തദ്ദേശീയ ഉൽപാദനത്തിനായി ജനറൽ ഇലക്ട്രിക് എയറോസ്പേസുമായുള്ള ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി വേഗത്തിലുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ ഒരുങ്ങുന്നത്. പ്രതിരോധ നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ എയറോസ്പേസ് സാങ്കേതിക കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഈ നീക്കം ഒരു വലിയ നേട്ടമായി തന്നെ മാറുമെന്നതിൽ സംശയമില്ല. മെച്ചപ്പെട്ട പേലോഡിനും പ്രകടനത്തിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇടത്തരം ഭാരമുള്ള അടുത്ത തലമുറ യുദ്ധവിമാനമായ തേജസ് MK2 യുദ്ധവിമാനത്തിന് ശക്തി പകരാൻ ഉദ്ദേശിച്ചിട്ടുള്ള F414 INS-6 എഞ്ചിന്റെ നിർമ്മാണത്തിനായാണ് ഈ കരാർ ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഏകദേശം 2 വർഷമായി തുടരുന്ന ഈ ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണുള്ളത്. വാണിജ്യ ചർച്ചകൾ ഉടൻ തന്നെ അന്തിമമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് ഈ പങ്കാളിത്തം പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. തുടർന്ന് 2023 US കോൺഗ്രസിന്റെ അംഗീകാരം ഉൾപ്പെടെ രാഷ്ട്രീയവും നിയമപരവുമായ അനുമതികൾ ലഭിക്കുകയായിരുന്നു. എഞ്ചിൻ പ്രകടനത്തിനും അതുപോലെ തന്നെ ദീർഘകാല അറ്റകുറ്റപ്പണികൾക്കും അത്യാവശ്യമായ പ്രത്യേക തെർമൽ കൊറോഷൻ റെസിസ്റ്റന്റ് കോട്ടിങ്ങുകൾ, സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകളുടെ മെഷീനിംഗ്, നോസൽ ഗൈഡഡ് വാനുകളുടെ ഉൽപാദനം, ബ്ലിസ്ക് മെഷീനിംഗ് തുടങ്ങിയ പ്രധാന കഴിവുകൾ ഈ സാങ്കേതിക കൈമാറ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ബാംഗ്ലൂരിനടുത്ത് ഒരു പുതിയ ഉൽപാദന സൗകര്യം സ്ഥാപിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടുന്നു. അവിടെയാണ് HAL പ്രാദേശികമായി F414 എഞ്ചിനുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതും. 2023 വില നിർണയത്തെ അടിസ്ഥാനമാക്കി ഈ കരാറിന് ഏകദേശം $1 ബില്യൺ മൂല്യമാണ് കണക്കാക്കുന്നത്. കരാർ ഒപ്പിട്ടതിനു ശേഷം 2 വർഷത്തിനുള്ളിൽ ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തേജസ് MK2 വിമാനങ്ങൾക്കായുള്ള എഞ്ചിനുകളുടെ ഡെലിവറി 3 വർഷത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പ്, ടെസ്റ്റിംഗ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളുകൾ എന്നിവയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കംപ്രസർ, കമ്പഷൻ ചേംബർ ടർബൈൻ തുടങ്ങിയ ചില നിർണായക ഘടകങ്ങൾ കരാറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും സാങ്കേതിക വിദ്യ പങ്കിടലും പ്രാദേശിക അസംബ്ലിയും ഇന്ത്യയുടെ എയറോസ്പേസ് നിർമ്മാണ ആവാസ വ്യവസ്ഥയെ ഗണ്യമായി ഉത്തേജിപ്പിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതിരോധ മന്ത്രാലയവും സർക്കാർ ഉദ്യോഗസ്ഥരും കരാർ വേഗത്തിലാക്കാൻ HALനെയും ജനറൽ ഇലക്ട്രിക്കലിനെയും സജീവമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിലേക്കുള്ള ഒരു പ്രധാന മുന്നേറ്റമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നീക്കത്തെ ഉയർത്തിക്കാട്ടിയത്. ഈ പദ്ധതി ഭാവിയിലെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ വികസന പരിപാടികൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിശാലമായ എയറോസ്പേസ് വ്യവസായവൽക്കരണ ശ്രമങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്ത്യ US പ്രതിരോധ ബന്ധങ്ങളെയും ദീർഘകാല സാങ്കേതിക പങ്കാളിത്തങ്ങളെയും കൂടുതൽ അടുപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. GEയുമായുള്ള F414 എഞ്ചിൻ ഉൽപാദന കരാറിന്റെ സമാപനത്തോട് അടുക്കുന്നത് ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ മേഖലകൾക്ക് ഒരു നിർണായക മുന്നേറ്റമായി കണക്കാക്കാം. അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ യുദ്ധവിമാന എഞ്ചിൻ ഉൽപാദനത്തിൽ മെച്ചപ്പെട്ട സാങ്കേതിക ശേഷി, അതുപോലെ തന്നെ പ്രാദേശിക നിർമ്മാണം, തന്ത്രപരമായ സ്വയംഭരണം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്.